അപ്പൊ നിങ്ങൾക്ക് നീന്താൻ അറിയോ? എനിക്ക് മുങ്ങാനേ അറിയുള്ളൂ, നീന്താൻ അറിയില്ല. എനിക്ക് നീന്താൻ അറിയില്ല. പക്ഷേ നീന്തൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അത് കുട്ടികൾക്കുള്ളതാണ് കേട്ടോ. വയനാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. വയനാട് പുൽപ്പള്ളി മുള്ളൻകൊല്ലിയിലെ കുട്ടികൾക്ക് കബനിയിലേക്ക് ഒഴുകുന്ന കടമാൻ തോടുണ്ട്. അവധിക്കാലത്ത് നീന്തൽ പഠിപ്പിക്കാൻ വെട്ടുകാട്ടിൽ ജോയിയും 1000-ഓളം കുട്ടികൾ ഇതുവരെ ജോയിക്ക് കീഴിൽ നീന്തൽ പഠിച്ചു കഴിഞ്ഞു. കബനിയിലേക്ക് ഒഴുകുന്ന കടമാൻ തോട്ടിലാണ് ഞാനുള്ളത്. ഇവിടുത്തെ ചിറയിൽ ഈ വേനൽക്കാലത്തെ അവധിക്കാലത്തെ നീന്തൽ പഠിക്കാനുള്ള അവസരമാക്കി മാറ്റിയിരിക്കുകയാണ് ഒരു കൂട്ടം കുട്ടികൾ. വേനലവധി വന്നു, പതിവ് തെറ്റാതെ നീന്തൽ പഠിപ്പിക്കാൻ വെട്ടുകാട്ടിൽ ജോയിയുമെത്തി. കുട്ടികൾക്കിനി മറ്റെന്ത് വേണം? 4 വയസ്സുകാരി മുതൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ വരെ കടമാൻ തോട്ടിലെ ചേലൂർ ചെക്ക് ഡാമിൽ പരിശീലനത്തിന് എത്തുന്നുണ്ട്. 2 ബാച്ചുകളിലായാണ് പരിശീലനം. നമ്മൾ ഏതൊരു ദിവസവും പുലരുന്നത് മിക്കവാറും വെള്ളത്തിൽ നിന്നുള്ള അപകടങ്ങളിലൂടെ മരണങ്ങൾ സംഭവിക്കുന്ന വാർത്തകളാണ് മിക്കവാറും ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അതിൽ പ്രായഭേദമൊന്നും ഇല്ലാതെയാണ് വെള്ളത്തിലുണ്ടാകുന്ന മരണങ്ങളും അപകടങ്ങളും ഒക്കെ തന്നെ. അപ്പോൾ അതൊന്ന് ലഘൂകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് ചേലൂർ പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ പ്രദേശത്തുള്ള കടമാന്തോട്ടിലെ തടയണയിൽ ഒരു കുട്ടികൾക്കൊരു നീന്തൽ പരിശീലനം കൊടുക്കുക എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്ക് വന്നത്. മുങ്ങിമരണങ്ങൾ വ്യാപകമാകുന്ന കാലത്ത് നീന്തൽ പരിശീലനം അത്യാവശ്യമാണ്. കുട്ടികൾ ഏറെ താല്പര്യത്തോടെയാണ് പരിശീലനത്തിന് എത്തുന്നത്. എനിക്ക് സ്വിമ്മിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് നല്ലൊരു സാറിനെ തന്നെയാണ് തന്നത്. ഇവിടെ അധികം ആഴമില്ലാത്ത സ്ഥലമാണ്. എൻ്റെ പപ്പയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നീന്തൽ, അങ്ങനെ പഠിക്കാൻ വന്നതാണ്. പിന്നെ സാറ് കയറാനൊക്കെ പറയുമ്പോൾ കയറി ചെല്ലാൻ തോന്നത്തില്ല ഈ വെള്ളത്തിൽ ചാടുമ്പോൾ. നല്ല അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തുടർച്ചയായുള്ള മൊബൈൽ ഫോൺ ഉപയോഗമടക്കമുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇത്തരം പരിശീലനം കൊണ്ട് സാധിക്കുമെന്ന് രക്ഷിതാക്കളും പറയുന്നു. കോവിഡ് കാലം മുതൽ തുടങ്ങിയതാണ് ജോയ് ഈ സേവനം. സ്കൂൾ തുറക്കുന്നതുവരെ പരിശീലനം തുടരാനാണ് തീരുമാനം. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. കൊള്ളാല്ലേ, എന്തായാലും കുട്ടികളൊക്കെ മിടുക്കന്മാർ, ഒരു പേടിയില്ല കേട്ടോ. പണ്ട് എന്നെ നീന്തൽ പഠിപ്പിക്കാൻ അച്ഛൻ കുറെ കഷ്ടപ്പെട്ട് ലാസ്റ്റ് നിർത്തി. ഈ പെണ്ണിനെ കൊണ്ട് കാര്യമില്ല, കുറെ കഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ കഴിവേ ഇല്ലെന്നാണ് അവ ഉദ്ദേശിച്ചത്. അതെ, പക്ഷെ മുങ്ങാൻ കാര്യമായിട്ടുള്ള കഴിവ് വേണ്ട, അതെനിക്കറിയാം.